Hello viewers, welcome back to WinTrader. WinTrader ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ് WinTrader എങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ട്രേഡിംഗ് ഈസ് ഓൾവേസ് റിസ്ക്. അപ്പം നമ്മൾ ഈ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ടെക്നിക്കൽ സോഫ്റ്റ് അതായത് നമ്മൾ മാർക്കറ്റിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രഡിക്ഷനില്ല, മാർക്കറ്റ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ക്വിക്ക് ഡിസിഷൻ എടുക്കാം. അപ്പം ഈ ടിപ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ലോസിലാണപ്പോൾ ചാൻസ് എന്താ വെച്ചാൽ ലോസിലാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ടിപ്സ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അത് ഇലക്ട്രോണിക് ഡിവൈസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ത്രൂ ഒന്നെങ്കിൽ ഫോൺ വഴി നമുക്ക് മെസ്സേജ് വഴി കിട്ടാം, ഇമെയിൽ ത്രൂ കിട്ടാം. അപ്പം നമുക്ക് ഈ മാർക്കറ്റ് ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. മാർക്കറ്റ് അത് അതിൻ്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആ പ്രൈസ് ഇപ്പോൾ ടിപ്സ് ആണെങ്കിൽ നമുക്ക് ആ പ്രൈസ് നമുക്ക് എന്താണ് SMS ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഇമെയിൽ ത്രൂ കിട്ടുമ്പം ആ പ്രൈസ് നമ്മൾ ചെല്ലുമ്പോൾ ആ പ്രൈസ് അവിടെ കാണത്തില്ല. അപ്പോൾ എപ്പോഴും ബെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ, അതായത് ട്രേഡിങ്ങിൽ എപ്പോഴും നമുക്കൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിൽ ചെയ്യാൻ പറ്റും. അത് ഏത് ജെന്യൂൻ ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ വാങ്ങിക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ടെക്നിക്കൽ സോഫ്റ്റ്വെയറിനകത്ത് ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. അത് മാർക്കറ്റ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് ഷെയർ എടുത്തിട്ടാലും ഇപ്പോൾ ഓപ്ഷൻ ആണെങ്കിൽ ഏതാണെങ്കിൽ നമ്മൾ ആ മാർക്കറ്റാണ് ലൈവിൽ കാണുന്നത്. അപ്പം നമുക്ക് അതനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് റിസ്ക്കും കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ട ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ നമുക്ക് എപ്പോഴും വേണം. എന്നാൽ മാത്രമേ ഈ ട്രേഡിംഗ് ഫീൽഡ് നമുക്ക്, കാരണം ഏതൊരു ഫീൽഡ് എടുത്താലും നമുക്ക് ഇപ്പോൾ കൊറോണ ടൈമിലാണെന്നുണ്ടെങ്കിലും കൂടി ആ ടൈമിലെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഫീൽഡിലും ഡൗൺ ആയപ്പം നമ്മുടെ ഫീൽഡാണ് മേളിലോട്ട് കയറിയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ട്രേഡിംഗ് ഫീൽഡിൽ നമ്മൾ കറക്റ്റായിട്ട് ഏതൊരു ഫീൽഡിനേക്കാളും ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് നമ്മുടെ ട്രേഡിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇത് ഫോളോ ചെയ്താൽ മാത്രമേ, കാരണം കുറേ ട്രേഡേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ലോസിലോട്ട് പോകണം. കാരണം അവർക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള കാരണം ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഈ ലോസ് നിങ്ങളിപ്പോൾ ലോസിൽ പോകണം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ലോസിൽ പോകണമെന്നുണ്ടെങ്കിലും നമ്മളൊരു നല്ലൊരു സോഫ്റ്റ്വെയർ ഫോളോ ചെയ്യണമെങ്കിലും ആ ലോസ് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റും. അതായത് ഇതിനൊരു ഗാംബ്ലിംഗ് ടൈപ്പിൽ കാണുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് ഫുൾ വാഷ് ഔട്ട് ആയി പോകും. നമുക്കൊരു പ്ലാൻ വേണം, ഒരു കറക്റ്റായിട്ട് മണി മാനേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വിജയിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇന്നിക്ക് ഈ ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ എനിക്കൊരു 2,000 to 4,000 അതാണ് എൻ്റെ ഒരു ലെവൽ. എനിക്ക് എത്രയും മതി. ചിലപ്പോൾ നമ്മൾ മോർണിംഗിൽ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടും, ഒരു ട്രേഡിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ 2 ട്രേഡ് കിട്ടും. ഇപ്പോൾ NSE സ്റ്റാർട്ടിംഗ് ടൈം 9:15 to 3:30. ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ 9:15 to 3:30 ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 11:30 11:45 വരെ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇരിക്കാം. നമ്മുടെ ഒരു സ്മാർട്ട് ട്രേഡർ എന്ന് വെച്ചാൽ സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആ ഒരു ലെവൽ, ആ ഒരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ ദിവസം ട്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പം ഞാൻ എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പറഞ്ഞുതരാം. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് ഒരു പ്രിഡിക്ഷൻ അല്ല, ഇതിൽ മാർക്കറ്റിൽ എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതനുസരിച്ചാണ് സോഫ്റ്റ് തരുന്നത്. ഇതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് മന്ത് എൻഡ് റിട്ടേൺ കിട്ടിയിരിക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഓപ്ഷനിൽ കാണിച്ചു തരാം. ഓപ്ഷനിൽ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന പോലെ നമ്മളിവിടെ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നമ്മൾ ഫുൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മാർക്കറ്റ് 41,200 ഇപ്പോൾ നിൽക്കുന്നത്. 41,201 വന്നിപ്പോൾ ഇവിടെ നോക്കി. ഇത് വൈറ്റ് വേർട്ടിക്കൽ ലൈൻ, ഡേ ബ്രേക്ക് ലൈൻ. രാവിലെ നമുക്ക് സെല്ല് കിട്ടിയായിരുന്നു, പക്ഷേ അത് ഒറ്റയടിക്ക് മാർക്കറ്റ് ഇറങ്ങി. ഇന്നലെ നമുക്ക് ഒറ്റ ബൈ കിട്ടിയുള്ളായിരുന്നു. ആ ബൈ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഇന്ന് മാർക്കറ്റ് സഡൻ ഡൗണിലോട്ട് പോയി. പക്ഷേ ഇത് കൺഫേം അല്ലായിരുന്നു, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഗ്യാപ്പ് ഡൗൺ ഇത്രയും ഗ്യാപ്പിൽ വരുന്ന സിഗ്നൽ ഒരിക്കലും നമ്മൾ എടുക്കരുത്. അത് കണ്ട നമ്മൾ സെക്കൻഡ് ക്യാനിലാണ് എല്ലാം എൻട്രി ചെയ്യുന്നത്, പക്ഷേ സെക്കൻഡ് ക്യാനിൽ തന്നെ അത് റിവേഴ്സ് അടിച്ച് പോയി. അപ്പോൾ ഇത് കൺഫേം അല്ലായിരുന്നു. പിന്നെ നമുക്ക് ബൈ വന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് വന്നത്. അപ്പം നമ്മൾ കൺഫേമേഷൻ ചെക്ക് ചെയ്യണം. കൺഫേം ആണെങ്കിൽ ആ മാർക്കറ്റിൽ ഏത് റേറ്റ് ആവുള്ളൂ ആ റേറ്റിനനുസരിച്ചുള്ള സ്ട്രൈക്ക് പ്രൈസ്. ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ബൈ കൺഫേം ബൈ ആണെങ്കിൽ കോൾ ഓപ്ഷനിൽ നമുക്ക് ഇന്ത മണിയിൽ ട്രേഡ് എടുക്കാം. ഇപ്പം നമുക്ക് ഇവിടെ ബൈ വന്ന ശേഷം അപ്പം നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടുന്നത് ഈ ഒരു ബെൽ സൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ചാർട്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് സിഗ്നൽ വരുമ്പോൾ റീ എൻട്രി അച്ചീവ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് ഇൻഡിക്കേഷൻ ബെൽസ്, അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരും. അപ്പം വന്ന് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഇത് കണ്ടേ ബൈ വന്ന് നമുക്ക് കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? ബൈ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കാണിക്കണം. ബൈയുടെ ആരോയ്ക്ക് താഴെ ബാറില്ലേ, ആ ബാറ് റെഡ് ആയിരിക്കണം. പക്ഷെ ആ സമയത്ത് അത് സൈഡ് വേ ആയതുകൊണ്ടാണ് അതിനകത്ത് ആ ടൈമിൽ കൺഫർമേഷൻ കിട്ടായിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് കൺഫർമേഷൻ കിട്ടി. ഈ ലെവലിലാണ്, ആ ലെവലിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടായിരുന്നു ടാർഗറ്റ്, റീ എൻട്രിയുടെ ടാർഗറ്റ്. ഇത് റീ എൻട്രി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ അത് റീ എൻട്രി കാണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെ നല്ല ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മുടെ ടാർഗറ്റ് അടിച്ച ശേഷം സിഗ്നൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സോഫ്റ്റ് തരുന്ന ഒരു ഓപ്ഷനാണ് റീ എൻട്രി എന്ന് വെച്ചാൽ. എന്താ റീ എൻട്രി വരുമ്പോൾ ആ റീ എൻട്രി നമുക്ക് റീ എൻട്രി ചെയ്യാം. ആ മാർക്കറ്റ് ആ ടൈമിൽ ഒരു ഏത് പ്രൈസിലായിരിക്കുന്ന ആ റേറ്റ് അനുസരിച്ച് നമുക്ക് റീ എൻട്രി ചെയ്ത് വരാം. ഇപ്പം ഞാനിപ്പോൾ ഇനിഷ്യലി ഇത് പറഞ്ഞത് ബൈ വന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ലെവലാണ്. കാരണം താഴത്തെ ആ ബാറ് ഗ്രീനിലോട്ട് വന്ന് പ്രൈസും ബൈസും ആണെങ്കിൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ആ ടൈമിൽ ഏത് പ്രൈസാണ് ഉള്ളത് അതനുസരിച്ചുള്ള സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 41,200 ആയെങ്കിലും ഞാൻ ആ ടൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ചത് 41,100. മാർക്കറ്റ് 41,200. അപ്പോൾ ഇന്ദമണിയിൽ കോൾ ഓപ്ഷനിൽ ഇന്ദമണി ഞാൻ എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഓൾറെഡി അത് മേലോട്ട് കയറിപ്പോയി. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 41,100 ഉണ്ട്. ഇവിടെ ഒരു 41,000 ഉണ്ട്. 41,100 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ആ ടൈമിലും ഇത് കൺഫേം ആയി നമുക്ക് ഇതിനകത്ത് കോൾ വന്ന്. അപ്പം നമ്മൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും കൂടെ ഓപ്പൺ ചെയ്താൽ അത്രയും നമുക്ക് ഓപ്ഷനിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം ആ ടൈമിൽ നമുക്ക് ഇവിടെ വല്ല ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടി. കാരണം ഇവിടെ ബൈ വന്നെങ്കിൽ കൺഫർമേഷൻ കിട്ടി ഇവിടെയാണ്. ആ ടൈമിലാണ് നമുക്ക് 41,100 നമുക്ക് ഇവിടെ ബൈ കോൾ വന്നത്. അത് കൺഫേം ആയിരുന്നു. 156.80 വന്ന് നമുക്ക് സിഗ്നൽ പ്രൈസ് ആൻഡ് ബൈസ് ഓൺ ബാർ കൺഫർമേഷൻ നമ്മൾ എൻട്രി ചെയ്യേണ്ട സെക്കൻഡ് ക്യാൻഡിലാണ്. ഈ ആരോ വന്നിരിക്കുന്ന തൊട്ട് സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്യണം. ആ ടൈമിൽ അത് കൺഫേം അല്ലെങ്കിൽ നമുക്കൊരു തേർഡ് ക്യാൻഡിൽ എൻട്രി നമുക്ക് ഏത് സമയത്താണ് കൺഫർമേഷൻ കിട്ടുന്നത്? ബാർ കൺഫർമേഷൻ പ്രൈസ് ആൻഡ് ബൈസ് ഓൺ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ട്രേഡ് നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓരോ ടൈം ഓപ്പൺ ചെയ്യണം. ഇതിനകത്ത് വന്നിരിക്കുന്ന 156.80 വന്ന്. ഇപ്പോൾ 156.80 വന്ന് നമ്മൾ 3 ടാർഗറ്റും അടിച്ചിട്ട് നമുക്ക് ഇവിടെ റീ എൻട്രി വന്നിട്ടുണ്ട്. റീ എൻട്രി വന്നത് ഇപ്പോഴാണ് 12:10. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം 12:11. അപ്പം നമുക്ക് ഒരു മിനിറ്റ് മുമ്പ് 12:10 നമുക്ക് 299.50 വന്ന ബൈ പെട്ടെന്ന് അടിച്ച് കേട്ടാ. 322.85 ആയിരുന്നു. അത് പെട്ടെന്ന് തന്നെ ആ ടാർഗറ്റ് അടിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പം നല്ല ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് അടിച്ചു പോയത്. അല്ലാത്ത ടൈമിൽ ഇത്രയും സ്പീഡിൽ അടിക്കത്തില്ല, എന്നാലും റീ എൻട്രി അച്ചീവ് ചെയ്യും. ഇതെന്ന് വെച്ചാൽ അത്രയും മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഇപ്പം വന്നിരിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. ഇപ്പം നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ സോഫ്റ്റ്വെയറും നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓരോ ടൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ചാണ്. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നത് റിയൽ ടൈം ഡാറ്റ ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം LTP നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ LTP തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെല്ലുക, നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് ഈ പ്രൈസ് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ 156.80 എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം മേളിലോ അല്ലെങ്കിൽ താഴെ ആ പ്രൈസിന് മേളിലോ അല്ലെങ്കിൽ താഴത്തെ പ്രൈസ് കിട്ടും. അത് ഒരു കുഴപ്പമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന റേറ്റിൽ നമ്മൾ എൻട്രി ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഈ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പുറകെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ചിലപ്പം ഇപ്പം തന്നെ നമുക്ക് ആ പ്രോഫിറ്റ് ലെവൽ കിട്ടിയെന്ന് ഓർക്കാം. നമുക്ക് ഓൾറെഡി എനിക്ക് പ്രോഫിറ്റ് കിട്ടി. പിന്നെ മാർക്കറ്റ് ഇപ്പം 12 കാലമായിട്ടുള്ളത്, മാർക്കറ്റ് 3:30 വരെ ഉണ്ട്. നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കുള്ള ഇന്നത്തേക്കുള്ള എൻ്റെ പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിനകത്തെന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മൾ കൂടുതലും ട്രേഡേഴ്സിൽ നിന്ന് ഗ്രീഡ്നെസ് കൂടുതലുണ്ടാണ്. അതായത് ഒരു ഇത്രയും പ്രോഫിറ്റ് ഇടുന്നത് നമ്മളവർക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. ആ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ മാർക്കറ്റ് പോണത്. അപ്പം നമ്മുടെ എപ്പോഴും ഒരു മെത്തേഡ് നമുക്കൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും മതി, അത് കഴിഞ്ഞാൽ കട്ട് ചെയ്തേക്കണം. കട്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായി ഇപ്പോൾ ലോസിലുള്ള ആൾക്കാർ നിങ്ങളിപ്പം ഒരു സോഫ്റ്റ്വെയർ ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യും. എനിക്ക് ഈ ഒരു ഇത്രയും മതി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഈ ട്രേഡിംഗ് ഫീൽഡിൽ ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു ഫീൽഡിലെക്കാട്ടിലും നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് സ്വന്തം വീട്ടിൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ അങ്ങനെ ഒരു ഫീൽഡാണ് ഇത് ഏറ്റവും നല്ല ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നിനെ എഫക്റ്റ് ചെയ്യാത്തൊരു ഫീൽഡാണ്. അതായത് ഒന്നിനെ എഫക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയല്ല പറഞ്ഞത്,
നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ഫീൽഡാണ്. പക്ഷേ ഇത് അതുപോലെ നമ്മളിത് ഫോളോ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. കാരണം ഓവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലെ ട്രേഡേഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഡാറ്റ റിന്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരുടെ സ്ട്രാറ്റജി അവർ ചിലർ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ റിവ്യൂസ് കാണാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടെന്നെങ്കിൽ ചിലർ ഒരു 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ഇത് അയച്ചു തരും. കാരണം അവർ ആ ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് വന്ന് പിന്നെ മാർക്കറ്റിൽ അവർ നിൽക്കത്തില്ല. ഇങ്ങനെ സ്ട്രാറ്റജി അധികം ആൾക്കാർ ഫോളോ ചെയ്തില്ല. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാം, ഇതുപോലത്തെ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഫിറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ലൈവിലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈവായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് എല്ലാത്തിലും ഫോളോ ചെയ്യാം. എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കവർ ചെയ്യുന്നതാണ്. MCX, NSE, FOREX, COMEX, AGRI എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഓപ്ഷനും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ FOREX ഓപ്പൺ ചെയ്തിട്ടുണ്ട്. FOREXലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ലൈവ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരേ സോഫ്റ്റ്വെയർ നമുക്ക് എല്ലാത്തിലെയും ഫോളോ ചെയ്യാം. ഇപ്പോൾ MCX ആണെങ്കിൽ MCX, NSE ആണെങ്കിൽ NSE, FOREX ആണെങ്കിൽ FOREX എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. എന്നെ വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. ഇതിനകത്ത് മെസ്സേജും അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേ. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ദെയർ ആൻഡ് എൻ്റെ വാട്സപ്പ് ചാറ്റിലോട്ട് വരാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.